നമസ്തേ, വർണ്ണരൂപിണിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ കർക്കിടകം 1 രാമായണ മാസവും കൂടിയാണ്. അപ്പം നമ്മൾ ലക്ഷ്മി ദേവീനെ വരവേൽക്കാനായിട്ട് രാവിലെ കുളിച്ച് വിളക്ക് കത്തിച്ച് അഷ്ടമംഗല്യ തട്ട് വെച്ച് ദേവീനെ വരവേൽക്കും. എല്ലാവർക്കും അത് സാധിക്കണമെന്നില്ല. സാധിക്കാത്തവർ വളരെ സിമ്പിളായിട്ട് ഒരു മരപ്പലകയിൽ അല്ലെങ്കിൽ മരത്തിൻ്റെ കഷ്ണമായാലും മതി, സ്ക്വയറായിട്ടുള്ള നല്ല വൃത്തിയുള്ള ഒരു കഷ്ണം. അതും കിട്ടാത്തവർ പ്ലാസ്റ്റിക്കിൻ്റെ സ്റ്റൂളോ ചെറിയൊരു പലക ഉണ്ടല്ലോ പ്ലാസ്റ്റിക്കിൻ്റെ, അത് വേണമെങ്കിൽ എടുക്കാം. എനിക്കിത് രണ്ടും ഇല്ലാത്ത കാരണം ഞാൻ ഇതുപോലെ ഒരു പീസാണ് എടുത്തത്. അപ്പം ഇങ്ങനെ ഒരു പീസ് എടുക്കുക, അല്ലെങ്കിൽ മരപ്പലകയുള്ളവർ മരപ്പലക എടുക്കുക. ഈ പലകയുടെ 2 സൈഡിലായിട്ട് ഇതാ ഭസ്മം ഇങ്ങനെ 3 വിരലിൽ നമ്മളിങ്ങനെ എടുക്കുക. എന്നിട്ട് പലകേൻ്റെ 2 സൈഡിലും ഇങ്ങനെ തേച്ച് കൊടുക്കുക. ഇങ്ങനെ വരിക. ഭസ്മം നമ്മൾ നെറ്റിയിലൊക്കെ തൊടുന്നില്ലേ, അതുപോലെ ചെയ്യാം. അതിനുശേഷം കിണ്ടി വെള്ളം നിറച്ച് അത് പലകേമേൽ വയ്ക്കുക. കിണ്ടിയുടെ വാലിൽ ഒരു തുളസിക്കതിരും കൂടെ വയ്ക്കാം. ഇങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ കൊലായിൽ കൊണ്ടുവയ്ക്കാം. വീടിൻ്റെ ഉമ്മറത്ത് കൊലായിൽ വെച്ചാൽ മതി. വൈകിട്ടാകുമ്പോൾ നമുക്ക് ഇതെടുത്ത് മാറ്റാം. പിറ്റേ ദിവസം രാവിലെ ഇങ്ങനെ തന്നെ ചെയ്യാം. അങ്ങനെ 31 ദിവസം, അതായത് ഓഗസ്റ്റ് 16 വരെ. കിണ്ടിയുടെ വാല് നമ്മൾ കിഴക്കോട്ടാണ് വെക്കേണ്ടത്. കിഴക്കോട്ട് വെച്ച് പലക, മരത്തിൻ്റെ പലകയാണ് ഈ ഭസ്മം വരച്ചത് കാണാൻ നല്ല ഭംഗിയായിട്ടോ 2 സൈഡിലും. അങ്ങനെ വയ്ക്കുക. എല്ലാവർക്കും അഷ്ടമംഗല്യ തട്ടും അതൊന്നും വയ്ക്കാൻ പറ്റണം എന്നില്ല. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ലക്ഷ്മി ദേവീനെ വരവേൽക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്താൽ മതി. എല്ലാവർക്കും നന്ദി, നമസ്കാരം.